ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോംസ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ കടല, ഗ്രീൻ പീസ്, വൻപയർ, രാജ്മ അതൊക്കെ സോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ രാവിലെ ആയപ്പം ഞാനതെല്ലാം എടുത്ത് കഴുകി ഓരോ ബോക്സിലാക്കിയിട്ട് ഇനി ഫ്രീസറിൽ വെക്കും ഇത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉണ്ടാക്കാമല്ലോ. കാരണം ഇതെല്ലാം സോക്ക് ചെയ്യാതെ വേവിക്കാൻ പറ്റാത്ത സാധനങ്ങളല്ലേ ഗ്രീൻ പീസും വെള്ളക്കടലയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സോക്ക് ചെയ്തത് ഫ്രീസറിൽ റെഡി ആണെങ്കിൽ നമുക്ക് അപ്പോൾ എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ബോക്സിലുള്ളത് ഒറ്റ പ്രാവശ്യം എടുക്കാനൊന്നും അല്ല കേട്ടോ, കുറേ പ്രാവശ്യം രണ്ട് പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ എടുക്കാനുണ്ടാവും. പിന്നെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണോ, തലേദിവസം സോക്ക് ചെയ്താൽ പോരെയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടം. ഞാനിത് കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്കത് ഭയങ്കര സൗകര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളപ്പം എന്ത് വേണമെങ്കിലും എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ, രാത്രി ആയാലും രാവിലെ ആയാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യല കേട്ടോ. ഇനി ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് പിന്നെ ഞാനിനി ചെയ്യുമ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പുമാവും കടലക്കറിയാണ്. ഉപ്പുമാവ് ശരിക്കും സാധാരണ നമ്മൾ ഉണ്ടാക്കുക എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഉപ്പുമാവിൻ്റെ കൂടെ കറി നിർബന്ധമാണ്. കറി ഇല്ലാതെ കഴിക്കും, പക്ഷേ ഡിന്നർ ടൈമിലൊക്കെ ആണെങ്കിൽ കറി ഇല്ലാതെ കഴിക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ കറി നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഞാൻ കടലയാണ് അധികം ഉണ്ടാക്കുക ഉപ്പുമാവിൻ്റെ കൂടെ. നമ്മൾ സാധാരണ റവയില്ലേ, സൂചി റവ എന്ന് പറയില്ലേ, അത്. അപ്പോൾ അതിൽ ക്യാരറ്റും ഉള്ളിയാണ് ഇട്ടത്. ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ കടലക്കറിയിൽ ഞാൻ ഇന്ന് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും അങ്ങനെ വറുത്തരയ്ക്കലൊന്നുമില്ല. ശരിക്കും രാവിലെ തന്നെ വറുത്തരച്ച കറി കഴിക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്നാലും ഇന്ന് അങ്ങനെ ഒരു മൂഡ് തോന്നി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തി മതി എന്നാണ് പറഞ്ഞത്, ചോറ് വേണ്ട. അപ്പോൾ പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയും കടലക്കറി എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജോജുവിന് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഉപ്പുമാവ്. എന്നാലും എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചത് കഴിച്ചിട്ടുണ്ട് പോയത്. ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയും പിന്നെ ഫിഷ് എയർ ഫ്രൈ ചെയ്യണം. ഞാനത് കാണിച്ചു തരാം. ഇന്ന് എയർ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ കടലക്കറി ഉണ്ടല്ലോ അതും, പിന്നെ സാലഡും. ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ മെനു. അപ്പോൾ ഞാനിനി ആദ്യം ചപ്പാത്തിക്ക് ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ പൊടിയിനകത്തേക്ക് തന്നെ ഇടുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഇന്ന് കുറച്ചധികം കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം കുഴയ്ക്കുമ്പോൾ ഞാൻ ഈ ഒരു സാധനത്തിനകത്ത് കുഴയ്ക്കുന്നത് കേട്ടോ. ഇത് നല്ല സൗകര്യമാണ് ചപ്പാത്തി കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് തന്നിട്ട് പോയതാണ്. ഇതെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ തന്നെ ഈ കിച്ചൺ മെഷീൻ എന്ന് പറയുമല്ലോ സംഭവം, അതാണ്. അതിൻ്റെ വേറെ വലിയ മെഷീനൊക്കെ ഉണ്ട് ശരിക്കും. ഞാനത് കണ്ടിട്ടുണ്ട്, കാർഫോറിലൊക്കെ ലുലുവിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇത് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നൊരു സാധനം കേട്ടോ. നല്ല സൗകര്യമല്ലേ ഇതിങ്ങനെ. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്കാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ, ചോറ് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം ചപ്പാത്തി കുറച്ചധികം കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്കത് സൗകര്യമാണല്ലോ. കുഴച്ചിട്ട് നമുക്ക് ഹാഫ് കുക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഫ്രീസ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഇപ്പം പിറ്റേ ദിവസം തന്നെ എടുക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും മതിയല്ലോ. കുഴച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ മുകളിൽ തടവിയിട്ട് ഒരു ക്ലിംഗ് റാപ്പിലോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ വെക്കുകയാണെങ്കിൽ അത് നല്ല ഇതായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിറ്റേ ദിവസത്തേക്കൊക്കെ അങ്ങനെ ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല, അങ്ങനെ വെച്ചാലും മതി. അപ്പോൾ ഞാനിത് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്തിരി ഒരു വെളിച്ചെണ്ണ ഞാനൊന്ന് തടവിയിട്ട് അത് അടച്ച് വെച്ചതാണ്. ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്ത് അത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാനുള്ള ഫിഷൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മസാല തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ പെട്ടെന്ന് അത് പിടിച്ചോളും. അപ്പോൾ ഇനി ഞാനൊരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാലിൻ്റെ. അത് കാണിച്ചു തരാം കേട്ടോ. ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ കുക്കർ വാങ്ങിക്കുമ്പോഴല്ലോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ അടിയിലിങ്ങനെ കുറച്ച് സ്മൂത്തായിട്ടുള്ളത് വാങ്ങുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഉള്ളി വഴട്ടാനും അതൊക്കെ നല്ല സുഖമാണല്ലോ. അപ്പോൾ ഇത് ഇൻഡസ് വാലിൻ്റെ കുക്കർ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി. നിങ്ങളത് പിന്നെ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ബ്രാൻഡിലേക്കും പോകില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാം. അത്രയ്ക്കും നല്ല ബ്രാൻഡാണ് കേട്ടോ ഇൻഡസ് വാലിൻ്റെ. അപ്പോൾ ഇത് പിന്നെ ഞാൻ 5 ലിറ്ററിൻ്റെ വാങ്ങിച്ചത്. എൻ്റെ അടുത്ത് ഓൾറെഡി 3 ലിറ്ററിൻ്റെ ഒരു കുക്കറുണ്ട്. ഇൻഡസ് വാലിൻ്റെ തന്നെ ഇത് സെയിം മോഡൽ തന്നെ ചെറുതുണ്ട്. അപ്പോൾ ഇതിൻ്റെ 5 ലിറ്ററാണ് ഞാൻ വാങ്ങിച്ചത്. ഉദ്ഘാടനം തന്നെ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇപ്പോൾ 1 പോട്ട് റെസിപ്പി എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റയടിക്ക് ഒരു കുക്കറിനകത്ത് തേങ്ങ വറുത്തരച്ച് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വന്നിട്ട് ആ രീതിയിൽ ഉള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതിയ കുക്കർ വാങ്ങണമെന്നോ അല്ലെങ്കിൽ പഴയ അലുമിനിയം മാറ്റി സ്റ്റീലിൻ്റെ കുക്കർ വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. എക്സ്ട്രാ 12% ഡിസ്കൗണ്ടാണ് കിട്ടുക. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ അതിൽ നോക്കിയിട്ട് ഏത് സൈസാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. സൈസിനനുസരിച്ച് പ്രൈസും ഡിഫറൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വാങ്ങിച്ച കുറേ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ പിന്നെ അത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ബിന്ദുരാജ് കോഡ് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അതല്ലെങ്കിൽ ഞാൻ കൊടുത്ത ലിങ്ക് വെച്ചിട്ട് പർച്ചേസ് ചെയ്താലും മതി. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പ്രോട്ടീൻ ദോശയ്ക്ക് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അത് ഞാനിന്ന് ഒന്ന് അരച്ച് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അരച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ പൊങ്ങി വരുന്ന താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അന്നേരം ഇട്ടാക്കി അരച്ചിട്ട് അപ്പം തന്നെ ചൂടുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഒരു ചപ്പാത്തി പരത്തിയിട്ട് ഞാനിങ്ങനെ ഒരു ബുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കുക. പണ്ട് അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കുന്നത് പൊട്ടി പിടിക്കൂലല്ലോ. ഞാനാണെങ്കിൽ പരത്തുമ്പോൾ അധികം പൊടി ചേർക്കില്ല. അപ്പോൾ അധികം പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. എനിക്കങ്ങനെ ഇടയ്ക്ക് സംഭവിക്കും കേട്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യല്, ബുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ. അത് ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ വെക്കരുത്, അത് ഡ്രൈ ആയി പോവും. അതിൻ്റെ ആ ഈർപ്പൊക്കെ ആ പേപ്പറിലോട്ട് വലിഞ്ഞു പോവും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ എപ്പോഴാണോ പോകുന്നത് ആ സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ചില ആൾക്കാർ പരത്തലും ചൂടലൊക്കെ ഒരുമിച്ച് ചെയ്യും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് പരത്തും ഒരു സൈഡിൽ ചൂടും. എനിക്കത് ഒട്ടും ശരിയാവാത്തൊരു പരിപാടിയാണ്. ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ട്രൈ ചെയ്ത് എനിക്കത് ശരിയാവേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെയാണ് ചൂടുക. അപ്പോൾ ഈ ഒരു തവ ഉണ്ടല്ലോ, ഈ ദോശക്കല്ല്, അതും ഇൻഡസ് വാലിൻ്റെ ആണ്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ കാസ്റ്റ് അയണിൻ്റെത് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ശരിക്കും നോൺ സ്റ്റിക്ക് പോലെ തന്നെയാണ് കേട്ടോ. ദോശയൊക്കെ നല്ല നമുക്ക് നോൺ സ്റ്റിക്കിനേക്കാളും നന്നായിട്ട് കിട്ടും. പക്ഷേ ഇത് കാസ്റ്റ് അയൺ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ പ്രീ സീസൺഡ് ആണ്. പക്ഷേ എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് 2-3 പ്രാവശ്യം ഒന്ന് സീസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇത് സീസൺ ചെയ്ത് വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചാട്ടോ. നമുക്ക് നല്ല ഹെൽത്തി അല്ലേ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഈ നോൺ സ്റ്റിക്കിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചോ കാസ്റ്റ് അയണിൻ്റെ പ്രൊഡക്ട്സ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഇതിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്ക് വെയറിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഈ ഹെൽത്തി കുക്ക് വെയർ ആകുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതെന്നുള്ളത്. പക്ഷേ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് മനസ്സിലാവുക. നോൺ സ്റ്റിക്കൊക്കെ ഈ പൊളിഞ്ഞ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ആ പൊളിഞ്ഞത് അല്ലെങ്കിൽ തന്നെ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുന്ന സമയത്തും അല്ലാണ്ട് കാസ്റ്റ് അയണും പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ തന്നെയാണ്. അത് ആ ഡിഫറൻസ് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് സീസൺ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ ഉഴുന്ന ദോശയൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടും. അപ്പം ഒരു ഒട്ടിപ്പിടിക്കലും ഇല്ല. പക്ഷേ സീസൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് പണിയാവും. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണണ്ട കേട്ടോ. ഞാൻ ശരിക്കും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫിഷ് എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഈ ഗ്രീൻ ലൈറ്റില്ലേ, ഗ്രീനും ഓറഞ്ച് 2 ലൈറ്റും കത്തും ഇത് ഓണായി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഓറഞ്ച് ഓഫാവുന്ന സമയത്ത് അന്നേരം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് താഴെ ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിലാണ് നമ്മൾ ഫിഷ് വെക്കുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ദോശ ഇതിനകത്ത് കല്ല് വറക്കുന്ന പോലെ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുത്താൽ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം അധികം വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. കുറച്ച് സമയം വെച്ചാൽ മതി. ഇത് അലുമിനിയം ഫോയിലിനകത്ത് വെക്കണമെന്നൊന്നുമില്ല. ഞാനിത് അങ്ങനെ വെക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഫിഷിൻ്റെ ആ ഒരു പിന്നെ ഫാറ്റൊന്നും നമുക്ക് ഒഴിവാക്കി കളയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഫാറ്റ് ഒഴിവാക്കണമെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ അലുമിനിയം ഫോയിലിൽ വെക്കുമ്പം ആ ഫാറ്റ് അതിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും അതല്ലെങ്കിൽ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതിനെനിക്കൊരു ആൻസർ ഇല്ല കേട്ടോ. ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ എയർ ഫ്രയറും എനിക്ക് ഇൻസ്റ്റയിൽ ഒരു കുട്ടി വീഡിയോ അയച്ചിരുന്നേ. എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുറേ കാലങ്ങളായി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പലരും എന്ത് കാര്യമായാലും അതിന് 2 അഭിപ്രായം നമ്മളിപ്പോൾ കേൾക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വിശ്വാസത്തിൽ അങ്ങ് യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിനി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മല്ലി ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുറച്ചായിട്ട് മല്ലിപ്പൊടി അങ്ങനെ വാങ്ങലില്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോഴും അമ്മ ഇതുപോലെ വറുത്തിട്ട് എനിക്ക് തന്നതാണ് മല്ലി. ഞാനെന്നിട്ട് ആവശ്യത്തിന് ഇവിടുന്ന് പൊടിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മല്ലി വാങ്ങിച്ചിട്ട് നമ്മൾ സാധാരണ പാക്കറ്റ് വാങ്ങിക്കുമല്ലോ, വാങ്ങിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ്. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്. ജസ്റ്റ് ആ നല്ലൊരു മണം വരും ചൂടാകുമ്പോൾ. ആ മണം വരുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. സാധാരണ പോലെ മിക്സിയിൽ നന്നായിട്ട് പൊടിയണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ മുളക് പൊടി പോലെ അത്ര ഫൈനായിട്ട് പൊടിയണമെന്നില്ല, കുറച്ച് തിരിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പിന്നെ ഞാനിപ്പം ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറാട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പൊടിക്കുമ്പോൾ പാക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ ഫ്ലേവർ കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. ഇത് ഒരു പണിയില്ല, എളുപ്പമാണല്ലോ. ജസ്റ്റ് ഇതുപോലെ ആക്കുക, എന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കുക. ആ ചൂടൊന്ന് അറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു ബോക്സിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ഇങ്ങനെ പൊടിക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ രാത്രി ഞാൻ ഇത് കണ്ടോ, ഞാൻ ഉച്ചയ്ക്ക് അരച്ച് വെച്ചെന്ന് കാണിച്ചില്ലായിരുന്നോ, അത് ഇതാക്കും നല്ലോണം ഫെർമെൻ്റായി കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പിറ്റേ ദിവസം ഇനി ഇത് ഇഡ്ഡലിയോ ദോശയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് സോക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഞാനതിൽ ചേർത്തതെന്നുള്ള കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുക്കളൊക്കെ നീറ്റാക്കി വെച്ച് സ്റ്റവൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വെച്ച് അതൊക്കെ തന്നെ പതിവ് നമ്മളെ സ്ഥിരം പരിപാടികൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ മാവിൽ അരച്ച് വെച്ചത് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നന്നായിട്ട് പുളിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഓൾറെഡി അത് പൊങ്ങി വന്നതല്ലേ, അപ്പോൾ ഇനി വെച്ച് കഴിഞ്ഞാൽ അത് പുളിച്ചു പോകും. ഇവിടെ പുളിക്കുന്നത് തീരെ ഇഷ്ടമല്ല ആർക്കും. അപ്പം ഇപ്പം തന്നെ ചെറുതായിട്ട് പുളി വന്നിട്ടുണ്ടാവും. അപ്പം ഞാനങ്ങനെ പാത്രത്തോട് കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളങ്ങനെ വെക്കലുണ്ട്? ഇപ്പോൾ കുക്കറിലൊക്കെ കറി ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുക്കറോട് തന്നെ ഫ്രിഡ്ജിൽ വെക്കലുണ്ടോ? ഞാനങ്ങനെ ഇടയ്ക്ക് ചെയ്യലുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കും. മറ്റേത് പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം, പിന്നെ പിറ്റേ ദിവസം അത് ആ പാത്രം കഴുകാതെ വെക്കണം, അങ്ങനെയൊക്കെ മെനക്കെടല്ലേ. ഇതാവുമ്പോൾ അങ്ങനെ കുക്കർ എടുത്ത് പുറത്ത് വെച്ചിട്ട് ചൂടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഇടയ്ക്ക് ചെയ്യലുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സീസൺ ചെയ്യുന്ന കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഏത് കാസ്റ്റ് അയൺ ആണെങ്കിലും ആദ്യം ഇത് നന്നായിട്ട് കഴുകുക. ഫുഡിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് കഴുകിയിട്ട് 2 സൈഡിലും നന്നായിട്ട് വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ടിഷ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണിയോ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ എന്ത് ഓയിലാണോ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എടുക്കുന്ന ഓയിലാണ് കുറച്ചും കൂടെ സീസൺ ചെയ്യാൻ നല്ലത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടത് പിന്നെ 2 സൈഡിലും തേക്കണം കേട്ടോ. അടിയിലും തേക്കണം, പുറത്തും. അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം. ഞാനിപ്പോൾ ഇതെന്താ ചെയ്യാമെന്നറിയോ, പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഞാൻ വേറെ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെയ്യലുണ്ട് കേട്ടോ. സീസൺ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു പിടുത്തുണ്ടോ എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ആക്കി വെക്കും. അല്ലാതെ ഡെയിലി ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ഡെയിലി ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഡെയിലി ചെയ്താലും നല്ലതാണെന്ന് തോന്നും. പക്ഷേ ഡെയിലി ഞാനങ്ങനെ ചെയ്യില്ല, അതിൻ്റെ ആവശ്യം അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ കഴുകിയിട്ട് തുടച്ചതിന് അന്നേരം തന്നെ തുടച്ച് വെക്കുക. അത് അങ്ങനെ ഡ്രൈ ആക്കി വിടാണ്ട് അന്നേരം തന്നെ തുടച്ച് വെക്കണം. സീസൺ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ദോശേൻ്റെ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം നന്നായിട്ട് കഴുകി അന്നേരം തന്നെ തുണിയെടുത്ത് ഡ്രൈ ആക്കി വെക്കുക. ഇപ്പം വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടെന്നുണ്ടെങ്കിൽ തുടയ്ക്കാതെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലാണ് പിറ്റേ ദിവസത്തേക്ക് ആ റെസ്റ്റിൻ്റെ ഇത് വരിക. അപ്പോൾ ഇത് പിന്നെ അങ്ങനെ കഴുകി തുടച്ചിട്ട് വെച്ചാൽ മതി സീസൺ ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തല്ലോ മുകളിലും താഴെയൊക്കെ. ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അധികം സിമ്മിലിടണ്ട, അധികം ഫുള്ളിലിടണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചൂടാക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നിങ്ങനെ പുക വരുമല്ലോ, ആ ഒരു ടൈം വരെ ഇത് ചൂടാക്കുക. അത്രയാണ് ഇതിൻ്റെ ഒരു പണിയെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നന്നായിട്ട് പുക വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പുക വന്നിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് ആ പുക വരുമ്പോൾ തന്നെ ഓഫാക്കിയിടാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഒന്നും കൂടെ അതിനകത്ത്, വേറെ ഓയിലല്ല, അതിനകത്തുള്ള ഓയിൽ തന്നെ ഇല്ലേ, അതൊന്നും കൂടെ ഒന്ന് ഫുൾ ഈവനായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ടത് അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു 2 ആഴ്ചത്തേക്ക് ഇത് നല്ല നോൺ സ്റ്റിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സീസൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ്. ഇത് എനിക്ക് കുറച്ച് കട്ടിയുള്ള ദോശ കേട്ടോ ഇഷ്ടം. ആ പ്രോട്ടീൻ ഇതില്ലേ, അതാണ് കുറച്ച് കട്ടിയുള്ള ദോശ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിലുണ്ടാക്കുന്നത്. ഇവർക്കൊക്കെ രാജേട്ടനും ജൂജുവിനൊക്കെ നല്ല നൈസായിട്ടുള്ള മുരിഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല നോൺ സ്റ്റിക്ക് മൈദ ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ടേസ്റ്റും കുറച്ച് കൂടുതലാട്ടോ. നല്ല മുരിഞ്ഞ് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. നോൺ സ്റ്റിക്കിലൊന്നും ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. എനിക്കത് 100% ഉറപ്പാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഫസ്റ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2-3 ദിവസം ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പ്രീ സീസൺഡാന്നൊക്കെ പറഞ്ഞാലും ഇത് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് ആ നോൺ സ്റ്റിക്ക് പോലെ തന്നെ കിട്ടും. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.